ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഈ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാണ് ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മുമ്പിൽ എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. ഇന്ന് എടുക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ 9th ചാപ്റ്റർ ത്രൂ ഇന്ത്യ, ഇന്ത്യയിലൂടെ എന്ന് പറയുന്ന ചാപ്റ്ററാണ് എന്നെടുക്കുന്നത്. ത്രൂ ഇന്ത്യ, ഇന്ത്യയിലൂടെ. ദ വാസ്റ്റ് ലാൻഡ് ഓഫ് ഇന്ത്യ, മൈ നേറ്റീവ് ലാൻഡ്, ദ സ്റ്റേറ്റ് ലെറ്റ് മീ മെൻഷൻ ഹിയർ ഇൻ ദ നോർത്ത് ഈസ്റ്റ് ജമ്മു കാശ്മീർ, ദ പാരഡൈസ് ഓഫ് ടൂറിസ്റ്റ്. ഓൺ ദ സൗത്തേൺ ടിപ്പ് ഈസ് തമിഴ്നാട്, ദ ലാൻഡ് ദാറ്റ് സെലിബ്രേറ്റ് പൊങ്കൽ. ഇൻ ദ ഈസ്റ്റ് ഈസ് അരുണാചൽ പ്രദേശ്, the state of red hills, and then the land of Gandhi's birth, it is Gujarat. At the western end, what are the various things mentioned in the poem? Which states are mentioned? Find out and write them down. There are other states also in India. Name them. അപ്പോൾ ഈ ഒരു പാഠത്തിൽ പറയുന്നത് ദ വാസ്റ്റ് ലാൻഡ്, വിശാലമായ ഭൂമി, ഓഫ് ഇന്ത്യ മൈ നേറ്റീവ് ലാൻഡ്, നമ്മുടെ ഒരു പ്രദേശം അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രദേശമാണ് ഇന്ത്യ. ദ സ്റ്റേറ്റ് ലെറ്റ് മീ മെൻഷൻ ഹിയർ, നമ്മൾ എന്ത് ചെയ്യുക, അത് ഒന്ന് മെൻഷൻ ഇവിടെ ചെയ്യാം. ഇൻ ദ നോർത്ത്, നോർത്ത് ഭാഗത്ത്, അതായത് വടക്ക് ഭാഗത്ത് ഏതാണ്? ജമ്മു കാശ്മീർ, ജമ്മു കാശ്മീരാണ് സ്ഥിതി ചെയ്യുന്നത്. ജമ്മു കാശ്മീരാണ് സ്ഥിതി ചെയ്യുന്നത്. ദ പാരഡൈസ് ഓഫ് ടൂറിസ്റ്റ്, വിദേശികളുടെ പാരഡൈസ് എന്നറിയപ്പെടുന്നതാണ് ഏത്? ജമ്മു കാശ്മീർ. ഓൺ ദ സൗത്തേൺ ടിപ്പ് ഈസ് തമിഴ്നാട്, എന്നാൽ സൗത്ത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാണ്? തമിഴ്നാടാണ്. ദ ലാൻഡ് ദാറ്റ് സെലിബ്രേറ്റ്സ് പൊങ്കൽ, പൊങ്കൽ ആഘോഷിക്കുന്ന തീരം അല്ലെങ്കിൽ ഭൂമി എന്നറിയപ്പെടുന്നതാണ് ഏത്? തമിഴ്നാട്. ഇൻ ദ ഈസ്റ്റ് ഈസ് അരുണാചൽ, അരുണാചൽ പ്രദേശാണ് ഈസ്റ്റ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. ദ സ്റ്റേറ്റ്സ് ഓഫ് റെഡ് ഹിൽസ്, ഉദയ സൂര്യൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ആൻഡ് ദെൻ ദ ലാൻഡ് ഓഫ് ഗാന്ധീസ് ബർത്ത് ഈസ് ഗുജറാത്ത് അറ്റ് ദ വെസ്റ്റേൺ എൻഡ്, എന്നാൽ വെസ്റ്റേൺ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്താണ്. ഗുജറാത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഗാന്ധീസ് ബർത്ത്, ദ ലാൻഡ് ഓഫ് ഗാന്ധീസ് ബർത്ത്, ഗാന്ധി ജനിച്ച ഭൂമിയാണ് ഏത്? ഗുജറാത്ത്. ഓക്കെ, ഇനി അവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് നൽകിയിട്ടുണ്ട്. വാട്ട് ആർ ദ വേരിയസ് തിങ്സ് മെൻഷൻഡ് ഇൻ ദ പോയം? പോയത്തിൽ നൽകിയിട്ടുള്ള വേരിയസ് തിങ്സുകൾ, നമ്മൾ മെൻഷൻ ചെയ്ത തിങ്സുകൾ എന്തൊക്കെയാണ്? അതുപോലെ തന്നെ വിച്ച് സ്റ്റേറ്റ്സ് ആർ മെൻഷൻഡ്, ഏതൊക്കെ സ്റ്റേറ്റുകളാണ് മെൻഷൻ ചെയ്തത്? ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ദം ഡൗൺ, അത് കണ്ടെത്തി നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ എഴുതുക. ദർ ആർ അതർ സ്റ്റേറ്റ് ആൾസോ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഇതുപോലെയുള്ള മറ്റു സ്റ്റേറ്റുകൾ ഏതൊക്കെ? നെയിം ദം, അവയുടെയൊക്കെ പേരെഴുതുക. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. 98 എടുക്കുക എല്ലാവരും. 98 ഒരു ഇന്ത്യയുടെ മാപ്പാണ് നൽകിയിട്ടുള്ളത്. ഇന്ത്യയുടെ മാപ്പിൽ ഒരുപാട് സ്റ്റേറ്റ്സുകളുണ്ട്. അതുപോലെ അവയുടെ അടുത്ത് നിൽക്കുന്ന നൈബറിങ് തിങ്സുകൾ, അതുപോലെ ഓരോ ഹിൻസുകളും അവിടെ നൽകിയിട്ടുണ്ട്, സൂചനകൾ. ഇൻ്റർനാഷണൽ ബൗണ്ടറി, സ്റ്റേറ്റ് ക്യാപിറ്റൽ, നാഷണൽ ക്യാപിറ്റൽ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കേരളത്തിൻ്റെ മാപ്പിൻ്റെ പോലെ തന്നെയാണ് ഇന്ത്യയുടെ മാപ്പിലും ഇൻഡെക്സ് അവിടെ നൽകിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എത്ര സ്റ്റേറ്റുകളാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത് എന്ന് നമുക്കൊന്ന് പറയാം. ഓക്കെ, ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗോവ, ഗുജറാത്ത്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജാർഖണ്ഡ്, കർണാടക, കേരള, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ഒഡീഷ, പഞ്ചാബ്, രാജസ്ഥാൻ, സിക്കിം, തമിഴ്നാട്, തെലുങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഇത്രയും സ്റ്റേറ്റുകളാണ് നമ്മളെ ഇന്ത്യക്കുള്ളത്.
ഇനി അതിലുള്ള ഇൻ്റർനാഷണൽ ബൗണ്ടറി കടന്നു പോകുന്നത്, സ്റ്റേറ്റ് ബൗണ്ടറി കടന്നു പോകുന്നത്, അതുപോലെ ഓരോ സ്റ്റേറ്റിൻ്റെയും ക്യാപിറ്റലാണ് ഓരോ ഡോട്ടായി നൽകിയിട്ടുള്ളത്. അതുപോലെ നാഷണൽ ഒബ്ജക്ട്സ് ആണ് ഓരോന്നായിട്ട് നൽകിയിട്ടുള്ളത്. നാഷണൽ ഒബ്ജക്ട്സ് നൽകിയിട്ട് ക്യാപിറ്റൽസ് നൽകിയിട്ടുണ്ട്. അതുപോലെ ഇന്ത്യൻ ഒഷ്യനാണ് നമ്മുടെ സൗത്ത് ഭാഗത്തുള്ളത്. വെസ്റ്റ് ഭാഗത്ത് അറേബ്യൻ സീയും അതുപോലെ ലക്ഷദ്വീപ് ഒക്കെ. അതുപോലെ ഈസ്റ്റ് ഭാഗത്ത് ബേ ഓഫ് ബംഗാൾ ഒക്കെയാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഒരു നോട്ട് എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് വാസ് ഡിവൈഡഡ് ടു ഫോം 2 സ്റ്റേറ്റ്, ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന. ആന്ധ്രാപ്രദേശിനെയാണ് ഈയിടെ ആയിട്ട് രണ്ടായി തിരിച്ചത്. അതിലൊന്ന് തെലങ്കാനയും ഒന്ന് ആന്ധ്രാപ്രദേശും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലോട്ട് പേജ് നമ്പർ 99 പോകാം. ലെറ്റ് us ഐഡൻറ്റിഫൈ. ഡിഡ് യു ഒബ്സർവ് ദ പൊളിറ്റിക്കൽ മാപ്പ് ഓഫ് ഇന്ത്യ? നിങ്ങൾ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ മാപ്പ് ഒബ്സർവ് ചെയ്തല്ലോ. വിച്ച് ആർ ദ സ്റ്റേറ്റ്സ് ദാറ്റ് ലൈ ക്ലോസ് ടു ദ അറേബ്യൻ സീ? അറേബ്യൻ സീൻ്റെ അടുത്ത് നിൽക്കുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? നെയിം ദ സ്റ്റേറ്റ് ദാറ്റ് ലൈ ക്ലോസ് ടു ദ ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിൻ്റെ അടുത്ത് ക്ലോസായി നിൽക്കുന്ന സ്റ്റേറ്റുകളുടെ പേരെന്തൊക്കെയാണ്? വിച്ച് ആർ ദ സ്റ്റേറ്റ് ദാറ്റ് ഡു നോട്ട് ഹാവ് സീഷോർ? സീഷോർ ഇല്ലാത്ത സ്റ്റേറ്റുകൾ ഏതൊക്കെയാണ്? അതൊക്കെ ആ മാപ്പിൽ നിന്ന് കണ്ടെത്തണം. ലെറ്റ് us നോൺ മോർ. നമുക്ക് കൂടുതൽ അറിയാം. അരുണാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ, അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അവിടെ നൽകിയിട്ടുണ്ട്. നോക്കാം. അരുണാചൽ പ്രദേശ്, ദ സ്റ്റേറ്റ് അറ്റ് ദ ഈസ്റ്റേൺ എൻഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ഈസ്റ്റേൺ എൻഡാണ് ഏത്? അരുണാചൽ പ്രദേശ് എന്ന് പറയുന്നത്. ദ ബിഗ്ഗസ്റ്റ് ബുദ്ധവിറ ഈസ് സിറ്റുവേറ്റഡ് ഹിയർ. ഇവിടെ ഏറ്റവും വലിയ ബുദ്ധവിറ, ബുദ്ധൻ്റെ ഒരു ഗോപുരം ഇവിടെയുണ്ട്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഈസ് ഇറ്റാനഗർ. ഇവിടുത്തെ ക്യാപിറ്റൽ, തലസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റാനഗർ ആണ്. അരുണാചൽ ഈസ് ദ പാരഡൈസ് ഓഫ് ഓർക്കിഡ്സ്. ഓർക്കിഡ്സിൻ്റെ പാരഡൈസ് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ദ വീൽഡ് ബഫലോ കാൾഡ് മിഥുൻ. ഇവിടുത്തെ ഉള്ള ബഫലോനെ വിളിക്കുന്ന പേരാണ് മിഥുൻ. ഈസ് ദ ഫേവറേറ്റ് അനിമൽ ഓഫ് ദ പീപ്പിൾ. ഇതാണ് നമ്മുടെ ഇവിടെയുള്ള ആളുകളുടെ ഫേവറേറ്റ് അനിമല്. ദ പീപ്പിൾ ഓഫ് അരുണാചൽ സ്പീക്ക് സെവറൽ ലാംഗ്വേജ്. അരുണാചൽ പ്രദേശിലെ പീപ്പിൾസ് പറയുന്നത് ഇവിടുത്തെ സെവറൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ദിസ് സ്റ്റേറ്റ് ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ നോർത്തേൺ എൻഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നോർത്ത് എൻഡിലാണ് ഈ ഒരു സ്റ്റേറ്റ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത്. കാശ്മീർ ഈസ് എ ലാൻഡ് ഓഫ് മൗണ്ടൻസ്, ലേക്സ് ആൻഡ് റിവേഴ്സ്. മലകളുടെയും അതുപോലെ തടാകങ്ങളുടെയും നദികളുടെയും ഒക്കെ ഒരു തീരമാണ് ഇത് കാശ്മീർ. വൂളർ ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഓഫ് ഇന്ത്യ. ഇവിടെ നമ്മുടെ ഈ തടാകത്തിൽ, ഇന്ത്യയുടെ തടാകത്തിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടറാണ് ഇവിടെയുള്ളത്, വൂളർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത്. ഇൻ ശ്രീനഗർ. ശ്രീനഗർ എന്ന് പറയുന്നിടത്താണ് ഉള്ളത് കേട്ടോ. ദ ഡാൾ ലേക്ക് ഈസ് ആൾസോ ഫേമസ്. അവിടെ ഫേമസ് ആയതാണ് ഡാൾ ലേക്ക്. ഉറുദു ആൻഡ് കാശ്മീരി ആർ ദ മേജർ ലാംഗ്വേജ്. ഇവിടുത്തെ മേജർ ആയിട്ടുള്ള ലാംഗ്വേജസുകളാണ് ഉറുദു ആൻഡ് കാശ്മീരി എന്ന് പറയുന്ന ഭാഷകൾ. ഇമ്പോർട്ടൻറ്റ് ഡാൻസ് ഫോം ആർ ഹഫിസ, ബച്ച, നഗ്മ ആൻഡ് റഫ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഡാൻസ് ഫോമുകളാണ് ഹഫിസ, ബച്ച, നഗ്മ ആൻഡ് റഫ്. ജമ്മു ആൻഡ് കാശ്മീർ ഹാസ് 2 ക്യാപിറ്റൽസ്. ഇവിടെ 2 ക്യാപിറ്റലാണുള്ളത്. ദ വിൻ്റർ ക്യാപിറ്റൽ ഈസ് ജമ്മു ആൻഡ് ദ സമ്മർ ക്യാപിറ്റൽ ഈസ് ശ്രീനഗർ. തണുപ്പ് കാലത്തുള്ള തലസ്ഥാനം ജമ്മുവും വേനൽക്കാലത്തുള്ള തലസ്ഥാനം ശ്രീനഗറുമാണ്. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 100. തമിഴ്നാട്, ഗുജറാത്ത് എന്നീ 2 സ്റ്റേറ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ശ്രദ്ധിക്കുക. തമിഴ്നാട് ഇസ് ദ സൗത്തേൺ മോസ്റ്റ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ സൗത്ത് ഭാഗത്ത് വരുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. തമിഴ് ഈസ് ദ മെയിൻ ലാംഗ്വേജ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് തമിഴാണ്. ഇറ്റ് ഈസ് ആൾസോ ദ നൈബറിംഗ് സ്റ്റേറ്റ് ഓഫ് കേരള. കേരളത്തിൻ്റെ നൈബറിംഗ് സ്റ്റേറ്റ്, അതായത് അയൽ സംസ്ഥാനമാണ് നമ്മുടെ തമിഴ്നാട്. ഇറ്റ് ഈസ് ദ ലാൻഡ് ഓഫ് ഭരതനാട്യം. ഭരതനാട്യത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റാണ് തമിഴ്നാട്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഈസ് ചെന്നൈ. ഇതിൻ്റെ തലസ്ഥാനം ചെന്നൈ ആണ്. ദ പോപ്പുലർ സിൽക്ക് കാഞ്ചിപുരം ബിലോങ്സ് ടു തമിഴ്നാട്.
ഇവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാഞ്ചീപുരം സിൽക്ക്, സാരികളുടെ കാഞ്ചീപുരം സിൽക്കിൻ്റെ ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു നാടാണ് തമിഴ്നാട്. ഇനി നെക്സ്റ്റ് ഭാഗം നോക്കുക, ഗുജറാത്ത്. ഗുജറാത്ത് ഈസ് അറ്റ് ദ വെസ്റ്റേൺ എൻഡ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ വെസ്റ്റേൺ ഭാഗത്ത് ഉള്ള എൻഡിലുള്ള സ്റ്റേറ്റാണ് ഗുജറാത്ത്. പോർബന്ദർ ദ ബർത്ത് പ്ലേസ് ഓഫ് മഹാത്മാഗാന്ധി ഈസ് ഇൻ സ്റ്റേറ്റ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ ഗാന്ധിജി ജനിച്ചത് ഗുജറാത്തിലെ പോർബന്ദറിലാണ്. ഓക്കെ. ഗർബ ഡാൻസ് ഇസ് എ യുണിക് ആർട്ട് ഫോം ഗുജറാത്ത്. ഗുജറാത്തിലെ എല്ലാവർക്കും ഉള്ള സമത്വത്തിലുള്ളൊരു ഡാൻസാണ് ഗർബ ഡാൻസ്. ഗുജറാത്ത് ആസ് ദ ലോങ്ങസ്റ്റ് കോസ്റ്റ് ഓഫ് ആൾ ദ ഇന്ത്യൻ സ്റ്റേറ്റ്. നമ്മുടെ ഇന്ത്യൻ സ്റ്റേറ്റുകളിലെ ലോങ്ങസ്റ്റ് കോസ്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റാണ് ഗുജറാത്ത്. ഇറ്റ് ഈസ് ക്യാപിറ്റൽ ഈസ് ഗാന്ധിനഗർ. ഇവിടുത്തെ ഗാന്ധിനഗറാണ് ഇതിൻ്റെ ക്യാപിറ്റൽ. ഗുജറാത്ത് ഈസ് ദ മെയിൻ ലാംഗ്വേജ്. ഗുജറാത്തിയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ലാംഗ്വേജ്. യു ഹാവ് ലേൺഡ് അബൌട്ട് എ ഫ്യൂ സ്റ്റേറ്റ് ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തുള്ള കുറച്ച് ഇതിനെ കുറിച്ചിട്ടാണ്, സ്റ്റേറ്റുകളുടെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദ അതർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. മറ്റുള്ള സ്റ്റേറ്റുകളുടെ, നമ്മുടെ ഇന്ത്യയിലുള്ള അതർ സ്റ്റേറ്റുകളുടെ ഇൻഫർമേഷൻ ഇതുപോലെ കളക്ട് ചെയ്യുക. നോട്ട് ദം ഡൗൺ ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. നമ്മുടെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ എഴുതി വെക്കുക. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 101. Now complete the following table collecting information about the state of India. നമ്മുടെ സ്റ്റേറ്റ്, ക്യാപിറ്റൽ, നൈബറിങ് സ്റ്റേറ്റ്. അത് നമ്മുടെ നോട്ട് പുസ്തകത്തിലേക്ക്, EVSൻ്റെ നോട്ട് പുസ്തകത്തിലേക്ക് എഴുതിയെടുക്കാനുള്ള ഒരു വർക്കാണ് സ്റ്റേറ്റ്, ക്യാപിറ്റൽ, നൈബറിങ് സ്റ്റേറ്റ്. ഏതാണോ സ്റ്റേറ്റ് അതിൻ്റെ ക്യാപിറ്റൽ, തലസ്ഥാനം. നൈബറിങ് സ്റ്റേറ്റ് എന്ന അയൽ സംസ്ഥാനങ്ങൾ, അടുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ. ഡിഡ് യു ലേൺ അബൌട്ട് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്. അങ്ങനെ നമ്മൾ ഒരുപാട് സ്റ്റേറ്റ്, വ്യത്യസ്തമായ സ്റ്റേറ്റുകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബിസൈഡ് ദിസ്, ഇന്ത്യ ഹാസ് 6 യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് ദ നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഡൽഹി. കളക്ട് ഇൻഫർമേഷൻ അബൌട്ട് ദം ആൾസോ ആൻഡ് റൈറ്റ് ഇൻ യുവർ എൻവയോൺമെൻറ്റ് ഡയറി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഫർമേഷൻസ്, ഓരോ സ്റ്റേറ്റിൻ്റെയും ഇൻഫർമേഷൻസ് എടുത്ത് നിങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം എൻവയോൺമെൻറ്റ് ഡയറിയിൽ എഴുതുക. ദോ ലാംഗ്വേജ് ആർ ഡിഫറെൻറ്റ്. ഒരുപാട് ലാംഗ്വേജുകൾ, വ്യത്യസ്തമായ ലാംഗ്വേജുകളാണ് നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലുമായിട്ടുള്ളത്. How does the pledge that you take regularly at the school assembly begin? Notice how these words begin in different states' language. ഓരോ സ്റ്റേറ്റുകളുടെ രൂപത്തിൽ കുട്ടികൾ നിൽക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും പറയുകയാണ് കേട്ടോ. നോക്കുക, ആദ്യം മലയാളം ലാംഗ്വേജാണ്. മലയാളം ഒരു കാര്യം തന്നെ പല ഭാഷയിലാണ് പറയുന്നത്. പിന്നെ തമിഴ്, കന്നഡ, തെലുങ്ക്, ഈ 3 ഭാഷകളിലായിട്ടാണ് പറയുന്നത്. മലയാളത്തിൽ പറയാണ് ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. ഇന്ത്യ എൻ്റെ രാജ്യമാണ്. അതിനെ തമിഴിലാക്കുമ്പോൾ ഇന്ത്യ എനത് നാട്. ഇന്ത്യ എനത് നാട്. ഇന്ത്യ എൻ്റെ രാജ്യമാണ് എന്നാണ് അർത്ഥം. പക്ഷേ തമിഴിൽ പറയുന്നത് എങ്ങനെയാണ്? ഇന്ത്യ എനത് നാട്. ഇനി കന്നഡ ഭാഷയിൽ ഭാരതാവോ നന്നദേശ്. ഭാരതാവോ നന്നദേശ്. തെലുങ്കിൽ ഇന്ത്യാന ദശമോ. ഇന്ത്യാന ദശമോ. ദീസ് ആർ ദ ലാംഗ്വേജ് ഓഫ് അവർ നൈബറിങ് സ്റ്റേറ്റ്. നമ്മുടെ നൈബറിങ് സ്റ്റേറ്റുകളുടെ ലാംഗ്വേജുകളാണ്. വിച്ച് ആർ ദ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ ദ അതർ സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ. ബാക്കിയുള്ള ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജുകൾ എന്തൊക്കെയാണ് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 102. സ്റ്റേറ്റ് ലാംഗ്വേജ്. മധ്യപ്രദേശ് ഹിന്ദി, വെസ്റ്റ് ബംഗാൾ ബംഗാളി. അങ്ങനെ ഓരോ ഭാഷകളും അതിൻ്റെയൊക്കെ സ്റ്റേറ്റുകളും, ഏതൊക്കെ സ്റ്റേറ്റിൽ ഏതൊക്കെ ഭാഷയാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള ടേബിളാണത്. നൗ എക്സാമിൻ ദ ടേബിൾ യു ഹാവ് കംപ്ലീറ്റഡ് ആൻഡ് ഐഡൻറ്റിഫൈ ദ മോസ്റ്റ് സ്പോക്കൺ ലാംഗ്വേജ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ഓരോ സ്റ്റേറ്റിൽ ഉപയോഗിക്കുന്ന ലാംഗ്വേജുകളുടെ പട്ടികയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദ ലാംഗ്വേജ് ലോ. ഹിന്ദി ഈസ് ദ മോസ്റ്റ് പോപ്പുലർ ലാംഗ്വേജ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലുള്ള മോസ്റ്റ് പോപ്പുലർ ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ലാംഗ്വേജാണ് ഇത്, ഹിന്ദി. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് റെക്കഗ്നൈസ്ഡ് 22 റീജിയണൽ ലാംഗ്വേജ്.
ആകെ നമ്മുടെ രാജ്യത്തുള്ളത് 22 ലാംഗ്വേജസുകളാണ് ഉള്ളത്. There are around 40 languages in India which are spoken by more than 10 lakh people. എന്താണ് നമ്മുടെ 40 ലാംഗ്വേജുകൾ നമ്മുടെ ഇന്ത്യയിലുണ്ടെങ്കിലും അത് യൂസ് ചെയ്യുന്നത് കുറവാണ്. അതുകൊണ്ടാണ് 22 ലാംഗ്വേജുകളാണ് എല്ലാവരും പൊതുവെ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്. There are around 700 spoken language in India. Of this, only less than 1,000 people speak some of the language. നമ്മുടെ രാജ്യത്ത് 1700 ഭാഷകളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷേ അതൊക്കെ എന്താണ്, ആളുകൾ ഉപയോഗിക്കുന്നത്, പറയുന്നതും സംസാരിക്കുന്നതൊക്കെ എന്താണ്, കുറവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുക. ആർട്ട് ഫോം. ജസ്റ്റ് ആസ് വി ഹാവ് ഡിഫറെൻറ്റ് ലാംഗ്വേജ് വി ആൾസോ ഹാവ് ഡിഫറെൻറ്റ് ആർട്ട് ഫോം. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ലാംഗ്വേജുകളുണ്ട് നമ്മുടെ ഇന്ത്യയിൽ, പക്ഷേ ഡിഫറെൻറ്റ് ആർട്ട് ഫോമുകളും നമ്മുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കുച്ചിപ്പുടി, ഒഡീഷി, കഥക്, ഭരതനാട്യം, മണിപ്പൂരി എന്നീ ആർട്ട് ഫോമുകളാണ് ഇവിടെ ചിത്രം ഉൾപ്പെടുത്തി നൽകിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് പേജ് 103. അതിലൊരു ബോക്സ് നൽകിയിട്ടുണ്ട്, സ്റ്റേറ്റ് ആർട്ട് ഫോം. ഓരോ സ്റ്റേറ്റിലുമുള്ള ആർട്ട് ഫോമുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ്. തമിഴ്നാടാണ് ഭരതനാട്യം. ഒഡീഷി ഏത് സ്റ്റേറ്റാണ്, ഒഡീഷ്യ. കഥക് ഏതാണ് എഴുതുക. ആർ യു ഫാമിലിയർ വിത്ത് എനി ദീസ് ഓഫ് ആർട്ട് ഫോം. ഇതുപോലെയുള്ള ആർട്ട് ഫോമുകൾ നിങ്ങൾക്ക് അറിയുമോ? ടു വിച്ച് സ്റ്റേറ്റ് ഡസ് ഇറ്റ് ബിലോങ്. ഐഡൻറ്റിഫൈ ദ മേജർ ആർട്ട് ഫോം ഓഫ് അതർ സ്റ്റേറ്റ്. നോട്ട് ദം ഡൗൺ ഇൻ ദ എൻവയോൺമെൻ്റലി. നമ്മുടെ സ്റ്റേറ്റിലുള്ള ഒരുപാട് ആർട്ട് ഫോംസുകൾ തിരിച്ചറിഞ്ഞ് അത് എഴുതുക എൻവയോൺമെൻ്റ് ഇടയിൽ. ഹൗ ഡിവേഴ്സ് ഈസ് അവർ കൺട്രി വിത്ത് റെസ്പെക്ട് ടു ലാംഗ്വേജ്, ആർട്ട് ഫോം, കൾച്ചേഴ്സ് എക്സെട്ര. ഇൻസ്പയർഡ് ഓഫ് ദീസ് ഡിവേഴ്സിറ്റീസ്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യൂണിറ്റ് ആസ് ഇന്ത്യൻ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലുള്ള സ്റ്റേറ്റുകളും അവയിലുള്ള ഓരോ സ്റ്റേറ്റിലുമുള്ള ആർട്ട് ഫോംസുകളും ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് എഴുതാനാണ്. ഇനി നാഷണൽ സിംബൽസ്, ദേശീയ സിംബൽസുകൾ, സൂചനകൾ. ഡോണ്ട് യു വാണ്ട് യു നോ അബൌട്ട് ദ നാഷണൽ സിംബൽസ് വി റെസ്പെക്ട് ആൻഡ് ടേക്ക് പ്രൈഡ് ഇൻ. ഓക്കെ, ഇനി നാഷണൽ ആന്തം. നാഷണൽ ആന്തം എല്ലാവർക്കും അറിയാം, ജനഗണമന, ജനഗണമന അതി, അതാണ് നാഷണൽ ആന്തം. ഓക്കെ, ദേശീയ ഗാനം. ഹൂ റോട്ട് അവർ നാഷണൽ ആന്തം. ആരാണ് നാഷണൽ ആന്തം എഴുതിയത്? What are the things that one must keep in mind while reciting the national anthem? എന്തിനാണ് നമ്മുടെ ഈ നാഷണൽ ആന്തം ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? സ്കൂളിൽ, അതുപോലെ തിയേറ്ററുകളിൽ, ഒരുപാട് സ്ഥലത്ത് നമ്മൾക്ക് ആരാധിക്കപ്പെടുന്നതും അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഇത് നാഷണൽ ആന്തം എന്ന് പറയുന്നത്. അതുപോലെ നാഷണൽ ആന്തം, ഒരു നാഷണൽ ആന്തം ചൊല്ലി തീരാൻ ആകെ എടുക്കുന്ന ടൈം എത്രയാണ് അറിയോ? 52 സെക്കൻഡ്, 52 സെക്കൻഡാണ് ആകെ എടുക്കുന്ന ടൈം. ഇനി നെക്സ്റ്റ് നോക്കുക, പേജ് നമ്പർ 104. നമ്മളെ നാഷണൽ ആന്തം എഴുതിയ ആളാണ് ആര്? രവീന്ദ്രനാഥ ടാഗോർ. ഇറ്റ് വാസ് രവീന്ദ്രനാഥ ടാഗോർ ഹൂ റോട്ട് അവർ നാഷണൽ ആന്തം. നമ്മളെ നാഷണൽ ആന്തം എഴുതിയത് രവീന്ദ്രനാഥ് ടാഗോർ ആണ്. ഹി വാസ് ബോൺ അറ്റ് കൊൽക്കത്ത ഇൻ വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് പോയം അറ്റ് വെരി ഏർലി ഏജ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ആ പോയംസ് എഴുതുന്നുണ്ട്. ഹി ഓൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഫോർ ഹിസ് മാസ്റ്റർ പീസ്. അദ്ദേഹത്തിൻ്റെ മാസ്റ്റർ പീസ് ആയിട്ടുള്ള ലിറ്ററേച്ചറിനൊക്കെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് നൽകിയിട്ടുണ്ട്. അതാണ് ഏത്? ഗീതാഞ്ജലി എന്ന് പറയുന്ന പോയം. ഹി ഫൗണ്ടഡ് ശാന്തിനികേതൻ വിച്ച് ബിക്കെയിം വിശ്വഭാരതി യൂണിവേഴ്സിറ്റി ലേറ്റർ ഓൺ. എന്താണ് അദ്ദേഹം വിശ്വഭാരതി യൂണിവേഴ്സിറ്റിയിലൊക്കെ ആയിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. ഇനി നോക്കുക, നാഷണൽ സോങ് വന്ദേ മാതരം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഓഗസ്റ്റ് 15, അതുപോലെ റിപ്പബ്ലിക് ഡേ, അതിനൊക്കെ ഏറ്റവും കൂടുതൽ കേട്ട് വരുന്ന ഒരു സോങ്ങാണിത്, വന്ദേ മാതരം. ഈസ് അവർ നാഷണൽ സോങ്. അതാണ് നമ്മുടെ ദേശീയ ഗീതം. നാഷണൽ സോങ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് റിട്ടൺ ബൈ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ബങ്കിം ചന്ദ്ര ചാറ്റർജി അദ്ദേഹമാണ് ഇത് എഴുതി വച്ചത്.
നാഷണൽ ഫ്ലാഗ്. ദർ ആർ 3 കളേഴ്സ് ഈസ് നാഷണൽ ഫ്ലാഗ്. നമ്മുടെ നാഷണൽ ഫ്ലാഗിന് 3 കളേഴ്സാണുള്ളത്. സഫ്രോൺ അറ്റ് ദ ടോപ്പ്. സഫ്രോൺ എന്ന് പറയുന്ന കളറാണ് അതിൻ്റെ ടോപ്പ് ഭാഗത്തുള്ളത്. ഇൻ ദ മിഡിൽ ആൻഡ് ഗ്രീൻ ദ ബോട്ടം. താഴ്ഭാഗത്ത് ഗ്രീനും അതുപോലെ മിഡിലിൽ വൈറ്റും ആണുള്ളത്. അറ്റ് ദ സെൻറ്റർ ഓഫ് ദ വൈറ്റ് ഏരിയ ഈസ് ദ അശോക ചക്ര വിച്ച് ഈസ് നേവി ബ്ലൂ ഇൻ കളർ വിത്ത് 24 സ്പോക്ക്. 24 ചക്രങ്ങളായിട്ട് നേവി ബ്ലൂ കളേഴ്സിൽ കാണപ്പെടുന്ന അതിൻ്റെ സെൻറ്ററിലുള്ളൊരു ഏരിയയിൽ കാണപ്പെടുന്നതാണ് ഇത് അശോക ചക്ര. അവർ നാഷണൽ ഫ്ലാഗ് വാസ് ഡിസൈൻഡ് ബൈ പിംഗലി വെങ്കയ്യയാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇനി പേജ് നമ്പർ 105 നാഷണൽ എംബ്ലം. Our national emblem is adopted from the stupa founded by Emperor Ashoka at Sarnath. നമ്മുടെ നാഷണൽ എംബ്ലം എന്ന് പറയുന്നത് ഏതാണ്? സത്യമായ ജയതേ എന്ന് പറയുന്ന അതിനെ സൂചിപ്പിക്കുന്ന ഒരു എംബ്ലമാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 ലയൺ ലുക്കിംഗ് ഇൻ 4 ഡയറക്ഷൻ അറ്റ് ദ ധർമ്മചക്ര ബിനീത്ത് ഇറ്റ്. എന്താണ്? 4 സിംഹം, 4 ലയൺസ് 4 മുഖങ്ങളിലേക്ക് 4 ഭാഗത്തേക്ക് ഡയറക്ഷനായി നിൽക്കുന്ന ഒന്നാണിത്. ധർമ്മചക്ര ബിനീത്ത് ഇറ്റ്. ഓക്കെ. വിത്ത് ദ ഫോം ഓഫ് ആൻ എലിഫൻറ്റ്, എ ഹോഴ്സ് ആൻഡ് എ ബുൾ അറൗണ്ട് ഇറ്റ്. ഇതിന് ചുറ്റും എന്തുണ്ട്? എലിഫൻറ്റ്, ഹോഴ്സ്, എ ബുൾ അവരൊക്കെ ഉണ്ട്. ബിലോ ദീസ് വേർഡ്സ് സത്യമേവ ജയതേ ആർ ഇൻസ്ക്രൈബ്ഡ്. ഇതിന് ഒറ്റ വാക്കിൽ പറയുന്നത് എന്താണ്? സത്യമേവ ജയതേ എന്നാണ് പറയുന്നത്. നാഷണൽ ട്രീ ആണ് ഇത്. ആൽമരമാണ് നമ്മുടെ നാഷണൽ ട്രീ. നാഷണൽ അനിമൽ ടൈഗർ ആണ്. നാഷണൽ ബേർഡ് പീകോക്ക്. നാഷണൽ ഫ്ലവർ ലോട്ടസ്. കളക്ട് ദ പിക്ചർ ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് അവർ നാഷണൽ സിംബിൾസ്. റൈറ്റ് ദം ഡൗൺ ഇൻ ദ എൻവയോൺമെൻറ്റ് ഡയറി. അതുപോലുള്ള നാഷണൽ സിംബിൾസിൻ്റെ കാര്യങ്ങൾ, പിക്ചേഴ്സ് അതുപോലെ ഡീറ്റെയിൽസൊക്കെ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. റൈറ്റ് ദം ഡൗൺ. താഴെയുള്ള കാര്യങ്ങളൊക്കെ എൻവയോൺമെൻറ്റ് ഡയറിയിൽ എഴുതി വെക്കുക. ഏതൊക്കെയാണ്? നാഷണൽ ഫ്രൂട്ട്, നാഷണൽ ഗെയിം ഹോക്കിയാണ്. ഓക്കെ. ഇനി എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസുകളാണ്. ഫസ്റ്റ് വൺ, മേക്ക് മോഡൽസ് ഓഫ് അവർ നാഷണൽ ഫ്ലാഗിൻ്റെ മോഡൽസ് നിർമ്മിക്കുക. മേക്ക് എ മാപ്പ് ഓഫ് ഇന്ത്യ യൂസ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. നമ്മൾ ഉപയോഗിക്കുന്ന ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചൊരു മാപ്പ് തയ്യാറാക്കുക. കളക്ട് പാട്രിയോട്ടിക് സോങ് ആൻഡ് റെസൈറ്റ് ദം. നമ്മളെ പാട്രിയോട്ടിക് സോങ്സുകളൊക്കെ കളക്ട് ചെയ്യാം. പ്രിപ്പയർ എ ക്വസ്റ്റ്യൻസ് ഫോർ ക്വിസ് കോമ്പറ്റീഷൻ ബേസ്ഡ് ഓൺ ദ ഡൈവേഴ്സിറ്റി ഓഫ് അവർ കൺട്രി. നമ്മുടെ രാജ്യത്തെ ജൈവവൈവിധ്യത്തെക്കുറിച്ചുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ, ഇന്ത്യയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ക്വിസ് കോമ്പറ്റീഷൻ, അതിലേക്കുള്ള ഒരു ക്വസ്റ്റ്യൻസുകൾ തയ്യാറാക്കുക.